കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനം ചിന്തിക്കേണ്ടതിനായി ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ദൈവവചനത്തിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിപ്പിക്കുന്നു. ദൈവം നമ്മോട് വചനത്തിലൂടെ ആകട്ടെ, വെളിപ്പാടിലൂടെ ആകട്ടെ, ഏത് മുഖാന്തരങ്ങളിലൂടെയും അരുളി ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ അത് നിവൃത്തിയാകുക തന്നെ ചെയ്യും. സംഖ്യാപുസ്തകത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുന്നു: വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതെ ഇരിക്കുമോ? അതെ, കൽപ്പിച്ചത് ചെയ്യുകയും അരുളി ചെയ്തത് നിവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. തിരുവചനത്തിലെ പ്രവചനങ്ങളോ വാഗ്ദത്തങ്ങളോ ഒന്നും തന്നെ നിവർത്തീകരിക്കാതെ ഇരിക്കയില്ല എന്ന് നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. പൂർവപിതാക്കന്മാരായ ഇസ്രായേൽ മക്കൾക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം അവർക്ക് നൽകും എന്ന് അറിയിച്ച വാഗ്ദത്ത ദേശത്തിൽ അവരെ പ്രവേശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവരുടെ അവിശ്വാസ നിമിത്തം അവർക്ക് അവിടെ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. യോശുവയും കാലേബും ഒഴികെ ആ തലമുറയിൽ മറ്റൊരാൾ പോലും കനാൻ അവകാശമാക്കിയില്ല. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ ഓർക്കാം, അതിനെ വിശ്വസിക്കാം, അതിനെ മുറുകെ പിടിക്കാം, അതിനെ ഏറ്റുപറയാം. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, അവസ്ഥകൾ ഒരുപക്ഷെ നമുക്ക് എതിരാകട്ടെ, ദൈവം തന്ന വാഗ്ദത്തങ്ങളെ മാത്രം മുറുകെ പിടിച്ച് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിച്ചു ഇന്ന് പകൽ നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ചുറ്റുപാടുകളെ നോക്കി ഭാരപ്പെട്ട് കലങ്ങാതെ രക്ഷിപ്പാൻ കഴിയുന്ന, വിടുവിപ്പാൻ ശക്തിയുള്ള, ആർദ്രതയും മനസ്സലിവും എൻ്റെ മേൽ വെളിപ്പെടുത്തി എന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവകരങ്ങളായിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.